ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ സലാലയിൽ 2023 സമയത്തുള്ള വീഡിയോസാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഖരീഫിന് എങ്ങനെ ഉണ്ടായിരുന്നത് എന്നൊക്കെ ഒരുപാട് ആൾക്ക് അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ നമ്മളെ കുറച്ച് കട്ടിങ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മളെ ഇവിടെ ഓരോരോ സ്ഥലത്ത് പോയതിൻ്റെ വീഡിയോ ഉണ്ടാവും. ഓരോരോ ലൊക്കേഷൻ ബേസിൽ വീഡിയോ ഇടാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സലാലയിൽ വന്നാൽ എല്ലാവരും ഫസ്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഇളന്നിയൊക്കെ കുടിക്കാൻ പോലാണ്. എല്ലാവരും ആ ഒരു ഇതിലേക്കാണ്. ഞാനങ്ങനെയാണ്, ബാക്കിയുള്ളവരെങ്ങനെ എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ഇളഞ്ഞി കുടിക്കാൻ പോലാണ്. അതിന് ശേഷം നമ്മൾ പോവുക ഇതിൻ്റെ കൃഷി കാര്യങ്ങളൊക്കെ കാണാൻ, പിന്നെ മക്ബറകളൊക്കെ സിയാറത്ത് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഫസ്റ്റ് ഘട്ടം സലാലയിൽ വന്ന ഒരാൾക്കാർ ചെയ്യുക. ഇവിടെ വന്നാന്ന് പറഞ്ഞാൽ സലാല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ കേരളം പോലെ തന്നെയുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വൈബും നമുക്കുണ്ടാവും. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ പച്ചപ്പ് ഇതിലൊക്കെ നിറഞ്ഞ ഈ ഒരു സമയത്ത് അത്ര നാട്ടിൽ അതേ വെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. അപ്പോൾ ഇവിടെയുള്ള കൃഷികൾ പപ്പായ, അതുപോലെ തന്നെ നല്ല സലാലൻ്റെ റോബസ്റ്റ്, പിന്നെ ചക്ക കിട്ടും, നല്ല ഫ്രഷ് നമ്മളെ പഴഞ്ചക്ക കിട്ടും, അതുപോലെ തന്നെ മാങ്ങ കിട്ടും, പിന്നെ തെങ്ങ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. തെങ്ങ് ഒരുപാട് ഇവിടെ മസ്കത്തിലൊക്കെ കാരക്കം വരാണെങ്കിൽ സലാലയിൽ തെങ്ങാണ് ഫുള്ള്. ഈ വണ്ടി വരുന്നതൊക്കെ കണ്ടാൽ ഞങ്ങൾ വിചാരിക്കും പാലക്കാടൻ ഗ്രാമങ്ങളിൽ കൂടി ഒരു വണ്ടി പോകുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്കൊക്കെ കിട്ടുക. പക്ഷേ ഇത് ഒരു GCC കൺട്രികളിലുള്ള ഒരു ഒമാനിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിന് ഒമാനിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സലാലയാണ്. വീണ്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആൾക്കാർക്ക് ഫോട്ടോയും വീഡിയോസ് ആയാലും കിട്ടിങ്ങാനും ഇപ്പോൾ ഏകദേശം സലാലിനെ പറ്റി എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷേ ഇവിടെ വരേണ്ട സീസൺ എന്ന് പറഞ്ഞാൽ ഖരീഫ് സീസണാണ്. ഖരീഫ് സീസണിൽ നമ്മൾ വന്നാൽ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് സലാല അങ്ങാടി ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇനി നമുക്ക് ജബൽ കയറിയിട്ടുള്ള സ്ഥലങ്ങൾ പോയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഷോർട്സിലും ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ വീഡിയോസ് കണ്ടാൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുക. അതിൽ ഒരുപാട് ഷോർട്സ് വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. അപ്പോൾ അതിലും കയറി ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.